ഞാൻ അഭിനയമൊക്കെ നിർത്തി, ഞാൻ അഭിനയിക്കുന്ന കാലത്ത് ഇന്നസെൻ്റ് വന്നിട്ടില്ലെന്ന് തോന്നുന്നു. ഞാൻ അഭിനയം നിർത്തി 80 ആ കോളിളക്കത്തിലാണ്. അപ്പം ഞാനും ഭർത്താവും കൂടി ഈ അഭിനയമൊക്കെ നിർത്തിയ സമയത്ത് ഒരിക്കൽ തൃശ്ശൂർ കാസിനോ ഹോട്ടലിൽ അവിടെ നിൽക്കുമ്പോൾ ഉണ്ട് ഒരു ഓമിനി വാൻ, അവിടെ അതിൻ്റെ ചുറ്റും ഒരാളിങ്ങനെ നടക്കുന്നു. അപ്പോൾ നമ്മളിങ്ങനെ ശ്രദ്ധിച്ചപ്പോൾ ഇന്നസെൻ്റ് അതെന്താ ഇങ്ങനെ ചുറ്റും നടക്കുന്നത്? അപ്പോൾ അത് ടയർ പഞ്ചറായിപ്പോയി. പുള്ളിക്ക് എവിടെയോ പോകണം. അപ്പോൾ എന്നോട് ഞങ്ങളോട് പറഞ്ഞു എന്നെ ഒരു സ്ഥലത്ത് വിട്ടേക്കാമെന്ന് ചോദിച്ചു. വിട്ടേക്കാമെന്ന് പറഞ്ഞു. അങ്ങനെയാണ് ഞാൻ ഇന്നസെൻ്റിനെ ആദ്യമായിട്ട് കാണുന്നത്. പിന്നെ ഞാൻ ഏതൊരു കോഫി ഷോപ്പിൽ വെച്ച് ഇങ്ങനെ കണ്ടപ്പോൾ എന്നോട് ചോദിച്ചു, നിങ്ങൾക്ക് സിനിമയൊക്കെ അഭിനയിച്ചൂടെ? ഞാൻ പറഞ്ഞു 10-23 വർഷമായി. തന്നെയല്ല, എല്ലാം പുതിയ പുതിയ ആൾക്കാരല്ലേ, അവർക്കാർക്കും എന്നെ അറിയില്ല. എന്നാൽ പിന്നെ ഞാൻ നോക്കട്ടെ, ഒരു വഴിയുണ്ട്. അങ്ങനെയാണ് സത്യൻ അന്തിക്കാടിനോട് പറയുന്നത്, ഇങ്ങനെ ഇവർക്കൊരു എന്തെങ്കിലും ഒരു ക്യാരക്ടർ കൊടുക്കുമെന്ന് പറഞ്ഞു. അങ്ങനെയാണ് സത്യൻ എന്നെ വിളിക്കുന്നത്. പക്ഷേ എൻ്റെ ജീവിതത്തിൽ ഒരു നല്ലൊരു കഥാപാത്രമായിരുന്നു അത്. പിന്നെ അതിൽ ഒരു മെക്കാനിക്കിൻ്റെ ഒരു കഥാപാത്രമാണ്. അപ്പം എന്നോട് സത്യൻ അതിൻ്റെ ഒരു 4-5 ദിവസം മുമ്പ് വിളിച്ച് പറഞ്ഞു, അതിൽ പിന്നെ കാർ ഓടിക്കാൻ അറിയാമെന്ന്. ഞാൻ പറഞ്ഞു എനിക്കറിയില്ല, അത് പഠിക്കണമെന്ന് പറഞ്ഞു. ഞാൻ വളരെ കഷ്ടപ്പെട്ടൊരു മാരുതി വണ്ടിയൊക്കെ എടുത്ത് 4-5 ദിവസം ഓടിച്ചൊക്കെ പഠിച്ചു. പക്ഷേ സെറ്റിൽ ചെന്നപ്പം എനിക്ക് തന്നത് ഒരു ജീപ്പാണ് ഓടിക്കാൻ. എൻ്റെ ദൈവം, ഇതെങ്ങനെ ഓടിക്കും? അപ്പം ഞാനും ദിലീപും ഇന്നസെൻറ്റും കൂട്ടുള്ള ഒരു ഷോട്ടാണ് എടുക്കുന്നത്. അപ്പം ദിലീപും ഇന്നസെൻറ്റും കൂടെ പിന്നെ വർക്ക്ഷോപ്പിലിരിക്കുന്നു. ഞാൻ ഈ വണ്ടി ഓടിച്ചു കൊണ്ടുവന്ന് ഇവരുടെ മുമ്പിൽ ഇങ്ങനെ നിർത്തണം, അതിന് വളച്ച് കൊണ്ടുവന്ന് നിർത്തണം. ഈശ്വര, ഞാൻ 2-3 പ്രാവശ്യം റിഹേഴ്സലൊക്കെ ചെയ്തു. എല്ലാ ദൈവങ്ങളെയും വിളിച്ചു മനസ്സിൽ. എൻ്റെ വിചാരം എന്താണെന്ന് വെച്ചാൽ, മലയാളത്തിലെ 2 പ്രഗത്ഭരായ നടന്മാർ ഞാൻ ഈ ജീപ്പ് ഓടിച്ച് ഇവരുടെ നെഞ്ചത്തോടെ കയറ്റി, ശ്രീലത ജീപ്പ് ഓടിച്ച് ഇവരുടെ നെഞ്ചത്തോടെ കയറ്റി നാളെ പേപ്പറിൽ വരുത്തല്ലേ. അതുകൊണ്ട് എല്ലാ ദൈവങ്ങളെ പ്രാർത്ഥിച്ചു. അപ്പോൾ ഇന്നസെൻ്റിനെ വിളിച്ച് ചോദിച്ചു, സത്യം പറ, നിങ്ങൾക്ക് കാർ ഓടിക്കാൻ അറിയോ? കാർ ഓടിക്കാൻ ഞാൻ പഠിച്ചു, പക്ഷേ എനിക്കൊരു കുഴപ്പമെന്ന് വെച്ചാൽ ആക്സിലേറ്ററും ഈ ബ്രേക്കും എനിക്ക് കൺഫ്യൂഷനാണ്. ആണോ? അയ്യോ, ഞാൻ പറഞ്ഞു പ്ലീസ് നിങ്ങൾ 2 പേരും ഒന്ന് സൂക്ഷിച്ചിരിക്കണേ പ്ലീസ്. അങ്ങനെ പൊയ്ക്കോളും, പക്ഷേ ഞാൻ കുഴി വീഴും. അങ്ങനെ ആദ്യത്തെ ഷോട്ട് എല്ലാ ദൈവങ്ങളെയും വിളിച്ച് ഓക്കെയായി. 72-ലെ നൃത്തശാല മുതൽ ഇന്നസെൻ്റ് ഏട്ടൻ സിനിമയിലുണ്ട്. പക്ഷേ വളരെ ആക്റ്റീവായിട്ട് നമുക്ക് പറയുന്നത് ഈ പറഞ്ഞ സർവമായ ഞാൻ അജുവിനോട് ഞാൻ പറയുമായിരുന്നു. അജു അതിൽ അഭിനയിച്ച് കണ്ടപ്പോൾ എനിക്ക് സത്യം പറഞ്ഞാൽ എനിക്കൊരു ശകലം ഒരു സങ്കടം വന്നു. ഇന്നസെൻ്റ് എനിക്ക് ഓർമ്മ വന്നു. ആ കഥാപാത്രം ഞാൻ ആലോചിച്ചു മനസ്സിൽ. ഇന്നസെൻ്റിനെ പോലെ തന്നെ എനിക്ക് തോന്നി. അതൊരു വലിയ കോംപ്ലിമെൻ്റ് ആണ് അജുവിന്.